നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് കുറച്ച് സങ്കടകരമായിട്ടുള്ള വാർത്തകൾ കേട്ടു. അതായത് നമ്മുടെ കെട്ടിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തം, അതിലൊരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ പ്രധാന വില്ലനായിട്ട് വരുന്നത് ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കെട്ടിടങ്ങളിലൊക്കെ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നതിന് എങ്ങനെ നമുക്ക് അതിൻ്റെ സാധ്യതകളെ കുറയ്ക്കാൻ സാധിക്കും? അത് നമുക്കൊന്ന് നോക്കാം. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നതിൻ്റെ കാരണം കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക്കൽ വയേഴ്സിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വയേഴ്സിൽ അതിൻ്റെ ഇൻസുലേഷനിൽ ഉണ്ടാകുന്ന പോരായ്മകൾ, പ്രശ്നങ്ങൾ, അതുപോലെ ഈ എലി അങ്ങനെയൊക്കെയുള്ള ജീവികൾ അതിൻ്റെ ഇൻസുലേഷൻ കളയുന്നത്, അതുപോലെ ഈ ഇലക്ട്രിക്കൽ വയേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന ടെർമിനൽസിലെ ലൂസ് കോണ്ടാക്ട്, അതുപോലെ നമ്മുടെ പഴയ എക്യുപ്മെൻസിൻ്റെ AC പോലത്തെ എക്യുപ്മെൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ, അതിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഷോർട്ട് സർക്യൂട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യത കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്, അവിടെ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക, എർത്തിങ് പ്രോപ്പറാക്കുക. അതോടൊപ്പം പഴയ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം പീരിയോഡിക് മെയിൻ്റനൻസ് നടത്തുക. നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം, നമ്മുടെ വയേഴ്സ് ഒക്കെ ഹെൽത്തി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യാനായിട്ടുള്ള പീരിയോഡിക് മെയിൻ്റനൻസ് നടത്തുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്.